ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവത്കൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കുറച്ച് മക്കൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ വായിച്ച് കേട്ട് അവർ കമൻസുകളൊക്കെ തന്നു. അതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. നല്ല നല്ല കമൻസുകൾ. ജയ അനിൽ, ഗീത, പത്മകുമാരി, രാധാ ശിവാനന്ദൻ, വത്സല ചെല്ലപ്പൻ, ജഗദമ്മ, നിർമ്മല രമേഷ്, പ്രസന്ന, ശ്രീല, ബിജു, സുരേഷ് ബാബു, ജയശ്രീ ബാബു, സുരേഷ് ബാബു, ജയശ്രീ ബാബു, ഗീതാ നായർ, രുക്മിണി മോഹൻ, സുമതി, നന്ദകുമാർ. ഇനി ഒത്തിരി മക്കളുണ്ട്. ഒരുപാട് പേരും ഭാഗവതം വായിച്ച് അത് പേര് തന്ന മക്കളുടെ പേര് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ശാന്തി സമാധാനവും ഭഗവത്കൃപയും ഉണ്ടാകണം. പരമാത്മാവിൽ എല്ലാവരെയും ഞാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് അല്പം നാമങ്ങൾ ചൊല്ലാം. തൊണ്ടയ്ക്ക് കഫം ഉണ്ടായതുകൊണ്ട് എങ്കിലും ചൊല്ലാതിരിക്കാനൊക്കത്തില്ല. നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് എത്ര വയ്യാലും ചെയ്യുന്നതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ അതിനേക്കാൾ നമുക്ക് ആവണം. അതുകൊണ്ട് അതിന് മടി പിടിച്ചിരിക്കാൻ പാടില്ല. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ
കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. കൃഷ്ണ മുകുന്ദ മുരാരേ. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക. കരുണാസാഗര കമലാനായക. കനകാംബരധാരി ഗോപാല. കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക. കരുണാസാഗര കമലാനായക. കനകാംബരധാരി ഗോപാല. കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കാളിയമർദന കംസനിഷൂദന. കാളിയമർദന കംസനിഷൂദന. കമലാദള നയന ഗോപാല. കമലാദള നയന ഗോപാല. കാളിയമർദന കംസനിഷൂദന. കാളിയമർദന കംസനിഷൂദന. കമലാദള നയന ഗോപാല. കമലാദള നയന ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക. കരുണാസാഗര കമലാനായക. കനകാംബരധാരി ഗോപാല. കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. അമ്മേ നാരായണ ദേവി നാരായണ. ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 നമുക്ക് ഭാഗവതം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് എന്തോ പറയാ, കുഞ്ഞുങ്ങളും ആയിട്ട് നന്നായി വീണ്ടും വനക്രീഡയ്ക്ക് വീണ്ടും പിള്ളേരുമായിട്ട് ഗോപികളുമായിട്ട് കളിക്കുകയും ഉല്ലസിക്കുകയും പശുക്കളെ മേയ്ക്കുന്നതിന് ഭഗവാൻ വീണ്ടും വനത്തിലൊക്കെ ക്രീഡ നടത്തുകയാണ് നമ്മൾ വായിച്ചത്.
അതായത് പിള്ളേരെ കൊണ്ട് ചാടിക്കും, ഓടിക്കും, ഒട്ട് ഉള്ളറിഞ്ഞ് അൻപോട് പാടിക്കും, തല്ലിക്കും, ഒട്ട് തല്ലേറ്റ് മാഴുകുന്നവരെ കൊണ്ട് എന്ത് ചെയ്യും, തലയിൽ വെള്ളം കൊണ്ടൊഴിച്ചിട്ട് വെഞ്ചാമരം കൊണ്ട് വീക്കുകയാണെന്ന് പറഞ്ഞ് പത്രങ്ങൾ കൊണ്ട് വീശും. എന്നിട്ടോ മല്ലാരി മാധവൻ അഗ്രജൻ തൻ പദം മെല്ലെയെടുത്ത് അഗ്രജൻ ജ്യേഷ്ഠൻ്റെ ബലരാമൻ്റെ കാലെടുത്ത് ഭഗവാന്റെ മടിയിൽ വെച്ചിട്ട് തുല്യമില്ലാതെ വാത്സല്യ ഭക്തിയാ മുകർന്ന് തീർത്തൊട്ട് പുണർന്ന് തലോടിയും. അത്രമാത്രം സ്നേഹമാണ് ഭഗവാന്. ജ്യേഷ്ഠനാണെന്ന് അല്പം മൂർപ്പേ ഉള്ളെങ്കിലും ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുക. കുട്ടിനാളോട്ടെ എല്ലാവർക്കും എന്തും ചെയ്തു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ ജ്യേഷ്ഠൻ്റെ പാദമെടുത്ത് ഭഗവാന്റെ മടിയിൽ വെച്ച് തുല്യമില്ലാതെ, അതായത് ഭഗവാനും ജ്യേഷ്ഠനുമായിട്ട് അല്പ വ്യത്യാസമുള്ള, എന്നിട്ടും ഭഗവാൻ എന്താ അവിടെ തുല്യമില്ല, രണ്ടൊരു സമക്കാരല്ലാത്തതുപോലെ വാത്സല്യ ഭക്തിയ ഒരു രക്ഷകർത്താവ് എങ്ങനെയാ അതുപോലെ ചെന്ന് മുകർന്ന് അല്ലൽ തീർത്തൊട്ട് പുണർന്ന് തലോടിയും. തല്ലുകൊണ്ട് ഏറ്റവും തളർന്ന് കിടപ്പവരൊക്കെ എന്ത് ചെയ്തു, ആശ്വസിപ്പിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് തല്ലു കൂടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് മാഴുകി തളർന്ന് കിടക്കുമ്പോൾ ഭഗവാൻ ചെന്നവരെ ആശ്വസിപ്പിക്കുകയും. ഇങ്ങനെയെല്ലാം പല പ്രകാരം പല മംഗല ലീലകൾ ആചരിച്ച് ഭഗവാന്റെ ലീലയാണിതെല്ലാം, ഭഗവാന്റെ കളികൾ, ലീലകൾ. എന്നിട്ട് നിന്ദ്യമായുള്ള പശുപാകൃതി പൂണ്ട് വന്ധ്യനും ഏറ്റവും രമിപ്പിച്ചതൊക്കവേ എല്ലാവരെയും സന്തോഷിപ്പിച്ച്, രമിപ്പിച്ചു എന്ന് വെച്ചാൽ എല്ലാവരെയും സന്തോഷിച്ച് ആനന്ദിപ്പിച്ചു ഭഗവാൻ. കുട്ടിയാണെങ്കിലും ഭഗവാന്റെ ശീലമെല്ലാം ഇങ്ങനെയായിരുന്നു. നിന്ദ്യമായുള്ള പശുപാകൃതി പൂണ്ടെന്ന് വെച്ചാൽ ഗോപാലനായി മാറി. മറ്റു ഗോപികളുടെ കൂടെ ഭഗവാനും ഒരു ഗോക്കളെ രക്ഷിക്കുന്ന ഒരു ഗോപാലൻ്റെ രീതി ആയിട്ട് ഭഗവാൻ അവിടെ വളർന്നു. അതാണ് നിന്ദ്യമായുള്ള പശുപാകൃതി. പരമാത്മാവ് പരമേശ്വരൻ അഖണ്ഡം നിറഞ്ഞിരിക്കുന്ന നാരായണൻ എന്ത് ചെയ്തു? മറ്റ് ഗോപികൾ എന്താ ചെയ്തത്? പശുകൃഷിയല്ലേ, അവർ പശുക്കളെ മേയ്ക്കാൻ രാവിലെ അങ്ങ് പോകും. വൈകിട്ടാണ് അല്പം ചോറൊക്കെ കൊണ്ടുപോയി അവിടെ കളിച്ചും ചിരിച്ചും നടന്നിട്ട് അവരെ കൂടൊപ്പം തന്നെ ഭഗവാനും അങ്ങനെ അവരോടൊപ്പം നടന്നെന്നുള്ളതാണ്. അതാണ് അങ്ങനെയുള്ള ശീലത്തിലാണ് ഭഗവാൻ വളർന്നത്. നമ്മൾ ചിന്തിക്കണം, ആരാ പരമാത്മാവ്? ഭഗവാൻ കൃഷ്ണൻ ആരാ? പക്ഷേ ഇവിടെ എത്രയോ താഴ്ന്നുള്ള ജീവിതത്തിലാണ് കണ്ണൻ വളർന്നതും അവരോടൊപ്പം ചേർന്നിരുന്നതും. ഇതൊക്കെ നിന്ദ്യമായുള്ള പശുപാകൃതി കൊണ്ട് വന്ധ്യനും ഏറ്റവും രമിപ്പിച്ചതൊക്കെ സർവ്വപേരും വന്ദിക്കപ്പെടുന്ന പരമാത്മാവ് ഭഗവാൻ എത്രമാത്രം താഴ്ന്നാണ് എല്ലാവരുടെയും ദാസൻ്റെ രീതിയിലൊക്കെയാണ് ചെയ്തു കൊടുത്തത്. എല്ലാ സ്നേഹത്തിനും അവിടെ അടിമയാകുന്നു ഭഗവാൻ. അപ്പം നമ്മൾ എത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുകയും എന്താ പറയുക, അത്രത്തോളം പ്രേമഭക്തിയാക്കണം ഭഗവാനോട്. അത്രമാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിത്തീരും. കാരണം ഈശ്വരൻ വലിയവൻ, ലോകപിതാവായ ഭഗവാൻ നാരായണനിവിടെ നിന്ദ്യമായുള്ള പശുപാകൃതി പൂണ്ട് ഏറ്റവും താഴേക്കുള്ള ജീവിതത്തിലാണ് ഭഗവാൻ വളർന്നത്. എന്നിട്ട് വന്ധ്യനും ഏറ്റവും വന്ദിക്കപ്പെടുന്ന പരമാത്മാവാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ നമ്മളത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നമ്മളുടെയൊക്കെ ഓരോ ഭാവവും പഴുതിയൊക്കെ കണ്ടാൽ നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊക്കെയാ കൂത്തുകൾ കാണുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഭഗവാൻ എന്തായിരുന്നു, എങ്ങനെ വളർന്നു, ആരോടൊപ്പമാണ് വളർന്നത്, ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നതൊക്കെ അങ്ങേറ്റത്തെ എന്താ പറയാനുള്ള, ഒന്നും പറയാനില്ല. എല്ലാ മക്കളും ഇത് ഓർക്കണം മക്കളെ. ഭഗവാൻ അത്രമാത്രം താഴ്ന്ന നിലയിലാണ് ഭഗവാൻ എല്ലാവരോടൊപ്പം നിന്ന് സന്തോഷമായിട്ട് എല്ലാവരും രസിപ്പിച്ചും ചിരിപ്പിച്ചും കളിപ്പിച്ചും അങ്ങനെയാണ് ഭഗവാൻ വളർന്നത്. നമുക്കും അത് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം. അതാണ് ഭഗവാൻ ഇഷ്ടം. നമ്മൾ വാഴ്ത്തി പുകഴ്ത്തണ്ടേ? നമുക്ക് ധേനുക വധം വായിക്കാം. തൊണ്ടയ്ക്ക് വയ്യെങ്കിലും വായിക്കാൻ. കാരണം ധേനുകൻ ഒരു അസുരനാണ്, അസുരരാജാവാണ്. അയാൾ ഈ പനമ്പഴം, പഴങ്ങൾ തിന്ന പനന്തോട്ടം, അങ്ങനെ ഒരുപാട് വലിയ ഘോരമാകുന്നൊരു പനങ്ങളുടെ ഒരു കാടാണ്, വനമാണ്. അവിടെ അടക്കി ഭരിക്കുക. ആർക്കും അതിൽ കയറാനോ ഒരു പഴം എടുത്ത് കഴിക്കാനോ നിവർത്തിയില്ല. ഈ അസുരൻ അത്ര ഭയാനകമാണ്. അത് നമുക്ക് വായിക്കാം. ഈ അസുരൻ അവിടെ താവളം ആകുന്നതിന് മുമ്പ് മനുഷ്യരൊക്കെ അവിടെ പോയി ഇത് എടുക്കുമായിരുന്നു. പക്ഷേ ഇവർ സ്വന്തം അങ്ങ് അടക്കി ഭരിച്ചു. ഇപ്പോൾ ആരും അതിൽ കയറാനോ എടുക്കാനോ സമ്മതിക്കില്ല. ഒരുപാട് പനന്തോട്ടം, ഈ റബ്ബറും തോട്ടം പോലെ കിടക്കുക. ഒന്ന് ഒടിഞ്ഞാൽ ഓരോന്നിനെ മണ്ടേ വീണ് എല്ലാം അങ്ങ് ഒടിയും. അങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുകയാണ്. അത് നമുക്ക് വായിക്കാം. ഭഗവാനൊക്കെ അവിടെ പോയി കുട്ടികൾക്ക് പനമ്പഴമൊക്കെ ഉലുക്കിയിട്ട് കൊടുക്കുന്നതൊക്കെയാണ് നമുക്ക് വായിക്കാൻ പോണത്. ധേനുക വധം. അന്നു ശ്രീതാമാവറ്റ് അധികരാം
ഇന്നിവരെ കൊണ്ട് സാധ്യമെന്നോർക്കയാൽ സംഘർഷൻ. അതായത് ഈ ശ്രീതാമാവൊക്കെ ചിന്തിക്കുന്നു, ഈ കുട്ടികളും ചിന്തിക്കുന്നു ഇവരെ കൊണ്ട് സാധ്യമാകും, ഇവർക്ക് പനമ്പഴം തിന്നാൻ ആഗ്രഹം. അത് ഈ ശ്രീതാമാവ്, മറ്റു ഗോപിമാർ, ഇവരെല്ലാം, ശ്രീതാമ ഭഗവാന്റെ കൂട്ടുകാരൻ, ഇവരെ ചിന്തിക്കുന്നത് ഇന്ന് ബലരാമനെ കൊണ്ടും കൃഷ്ണനെ കൊണ്ടും ഇത് സാധ്യമാകും, ഇവർക്കിന്ന് പനമ്പഴം തിന്നാൻ പറ്റും. അതാണ് അന്ന് ശ്രീതാമാവറ്റെ അധികരാം ഇന്നിവരെ കൊണ്ട് സാധ്യമെന്നോർക്കയാൽ സംഘർഷണനോടും അൻപുറ്റുമേവിന പങ്കജലോചനനോടും ആയാദരാൽ സന്തോഷം ഉൾക്കൊണ്ട് ചൊല്ലിനാൻ ഇങ്ങിഹ സന്തതം അന്തികേ മുമ്പിലാമാർ ഒരുവൻ കാനനം താലസങ്കുലമായി പുരാണാഗീതമായി അതിഘോരമായുള്ളതേ കണ്ടുകൊണ്ടാലും അനേകം ഫലപക്വമുണ്ട് അതിസ്വാദുകരങ്ങളായി ഏറ്റവും. വലിയൊരു വൻകാനനം, വലിയൊരു കാനനത്തിൽ താലസങ്കുലമായി അനേക പനവൃക്ഷങ്ങൾ. എന്താണ് ഈ കാര്യം സംഘർഷനോട് പറയാം. ആ സംഘർഷനോട് അൻപുറ്റുമേവിന് പങ്കജലോചനും ഭഗവാൻ കൃഷ്ണനും. ബലരാമനാണ് സംഘർഷണൻ. സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ബലരാമനും പങ്കജലോചനോട് ആദരാൽ സന്തോഷം ഉൾക്കൊണ്ട് ചൊല്ലി പറഞ്ഞു. ഇവിടെ ആര് പറയുന്നു? ഈ കുട്ടികൾ പറയുന്നു. ഇവിടെ ഇങ്ങീഹ, ഇവിടെ സന്തത അന്തികെ, ഇവിടെ അടുത്ത് മുമ്പിലാമാറ് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വൻകാനനം, എന്താ താലസങ്കുലമായി പുരാണാങ്കിതമായി പണ്ടേ ഉള്ള ഒരു പനന്തോട്ടം, പുരാണാങ്കിതമായി അതിഘോരമായുള്ളതേ കണ്ടുകൊണ്ടാലും, അത് അതിഭയങ്കരമായ വനമാണ്, അതിഘോരമായുള്ളതേ കണ്ടുകൊണ്ടാലും, ആ പനന്തോട്ടം കണ്ടാലും അനേകം ഫലപക്വമുണ്ട് അതിസ്വാദകരങ്ങളായ ഏറ്റവും, അങ്ങനെ നല്ല രുചികരമായ പഴമാണ്. അത് കണ്ടാലും ഇത് ഇങ്ങനെ പറഞ്ഞ് ചൊല്ലിക്കൊടുത്തു. ആരോടാ? ബലരാമനോടും ഭഗവാൻ കൃഷ്ണനോടും പറഞ്ഞു ഈ കുട്ടികൾ. ശ്രീതാമാവ് അവറ്റെ അധികരാം എന്നിവരെ. അപ്പം ഇവരൊക്കെ ഉണ്ട്. ഈ ശ്രീതാമാവുണ്ട്, അധികമായുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അധികമായ ഈ കുട്ടികളോട് അധികമായിട്ട് അപ്പുറത്തേക്ക് ആരാ ഉള്ള? ശ്രീതാമാവ്. കാരണം അത് ഭഗവാന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ അവരെല്ലാം ആലോചിച്ച് ഇവരോട് പറഞ്ഞാൽ ഇത് നമുക്ക് ഇന്ന് പനമ്പഴം കഴിക്കാൻ പറ്റും. അതുകൊണ്ട് കൊണ്ടാൽ അനേകം ഫലപക്വങ്ങളുണ്ട് അതിസ്വാദകരങ്ങളായ ഏറ്റവും. അപ്പോഴെന്ത് വന്നു? ദുഷ്ടനാം ധേനുകനായ ദൈതയൻ അങ്ങോട്ട് നാളുണ്ട് അതിൽ നിത്യം ഇരിക്കുന്നു. ഈ ദുഷ്ടനായ ഘോരനായ ഒരു ധനുജനാണ്, അതായത് അസുരരാജാവ്, അസുരന്മാർ, കംസനെ പോലുള്ള അസുരൻ. അത് ധേനുകൻ എന്നാണ് പേര്. ആ ദൈതയനുണ്ട്. എത്രയോ കാലം കൊണ്ട് അവിടെ നിത്യം ഇരിക്കുക. അവ ആർക്കും കൊടുക്കത്തില്ല. ഈ പനമ്പഴങ്ങൾ ആരും അത് കയറാൻ സമ്മതിക്കത്തില്ല. അത്ര ദുഷ്ടനാണ്. പക്ഷേ കുട്ടികൾക്ക് അങ്ങേയറ്റം കൊതിയുണ്ട് കഴിക്കാനും. അതുകൊണ്ട് ഇവിടെ ബലഭദ്രനോടും ഭഗവാനോടുമായി പറയുന്നു, നല്ല നോക്കൂ, അത്ര മുമ്പോട്ട് നോക്കൂ, അവിടെ വലിയൊരു കാനനമുണ്ട്, അതിലിഷ്ടംപോലെ പഴങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത്തിരി നാളുകൊണ്ടേ ഈ ധേനുകനാണ് അവിടെ ദൈതനായ ദുഷ്ടനായ അവൻ അവിടെ വസിക്കുന്നു. ആ പാപിയെ ഭയപ്പെട്ട് ഒരുവർക്കും അങ്ങ് അപ്പാടടുത്തു ചെന്നിടതാർക്കുമേ. ഈ പാപിയായ ഈ ദുഷ്ടനെ, അതായത് ഘോരനായിരിക്കുന്ന ഈ ധേനുകനെ, പാപിയാണ്, അവനെ ഭയപ്പെട്ട് ആർക്കും അവിടെ ചെല്ലാൻ പറ്റുകയില്ല. ഒരു പഴമെടുത്ത് കഴിക്കാനോ അതിനകത്ത് കയറാനോ പറ്റത്തില്ല. കാരണം അവൻ തന്നെ അവൻ്റെ ആലയമായിട്ട് വെച്ചേക്കും. അവൻ്റെ സ്വന്തം സ്ഥലമായിട്ടും അവൻ്റെ കാട് അവൻ്റെ സ്വന്തം കാടാണെന്ന് അവൻ ധരിച്ചുകൊണ്ടിരിക്കുക. അതിന് മുന്നേ ഇവരൊക്കെ അവിടെ വരുന്നതിന് മുമ്പേ, ഈ ദുഷ്ടനായ ധേനുകൻ അവിടെ വരുന്നതിന് മുമ്പേ കുറേ മനുഷ്യരൊക്കെ അവിടെ നിന്ന് പോയി ഇതൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. ഇവനോട് എന്ന് താവളമായി അന്നോട്ട് ആർക്കും അത് കയറാൻ പറ്റത്തില്ല. ആ തോട്ടത്തിൽ ആർക്കും ഒന്നെടുത്ത് കഴിക്കാനും പറ്റത്തില്ല അവനെ പേടിച്ചിട്ട്. അതുകൊണ്ട് ആ പാപിയെ ഭയപ്പെട്ട് ഒരുവർക്കും അങ്ങപ്പാടടുത്ത് ചെന്നിടരുത് ആർക്കുമേ. അവിടെ ആർക്കും ചെല്ലാൻ പറ്റുകയില്ല. കശ്മലനാം അവൻ തന്നോട് കൂടെ ഉണ്ട് അശ്മസമാനം കാഠിന്യ ശരീരികൾ. കശ്മലനായി ദുഷ്ടനായ അവൻ്റെ കൂടെ ആരാ ഉള്ളത്? അശ്മസമാന കാഠിന്യ അശ്മ കല്ല്, പാറ, പാറയ്ക്ക് തുല്യമായ സമാനമായ കാഠിന്യ ശരീരികളുണ്ട്. അവനോട് ചേർന്നിരിക്കാൻ അവൻ്റെ സുഹൃത്തുക്കൾ, സഹപാഠികളൊക്കെ ദുഷ്ടന്മാരുണ്ട്. ഇങ്ങനെയുള്ളവരാ കാഠിന്യ ശരീരികളാ, പാറയ്ക്ക് തുല്യമുള്ള ബലമുള്ളവരാണ്.
ശക്തിയുള്ളവരാണ് ആ ദുഷ്ടൻ്റെ കൂടെയുള്ള അവൻ്റെ കൂട്ടുകാർ, ദുഷ്ടനായ ധേനുകൻ്റെ ബാക്കി അസുരന്മാർ. അതുകൊണ്ട് അവരുടെ പാറ പോലുള്ള ശരീരമുള്ളവരാണ്. നിർഭയന്മാരവരേവരും അന്വഹ, അവർ ഭയമില്ലാത്തവരാണ്. ഈ ദുഷ്ടനായ ധേനുകനും അവൻ്റെ കൂട്ടരും ഒട്ടും ആർക്കും അവരെ കയറാൻ പറ്റത്തില്ല. അവരെ എല്ലാവർക്കും ഭയമാണ്. ഗർദഭവേഷം ധരിച്ച് ഇരിക്കുന്നതും തൽക്രൂര വിക്രമൈരാർക്കും അടുക്കരുത്. ആ കാനനത്തിൽ അവർ വരും മുന്നമേ. ഗർദഭ വേഷം കഴുത വേഷം ധരിച്ചിരിക്കുകയാണ് അവർ, കഴുതയെ പോലെ ഇരിക്കും. തൽക്രൂര വിക്രമൈരാർക്കും അവർ അത്ര ക്രൂരമായ വിക്രമമുള്ളവരാണ്. അതുകൊണ്ട് ആർക്കും അവിടെ അടുക്കരുത്. ആ കാനനത്തിൽ, ഈ വൻ കാനനത്തിൽ ആർക്കും അടുക്കാൻ പറ്റുകയില്ല. മുന്നമേ എന്തുവന്നു, പക്ഷേ ഇത് മുന്നേ മർത്യജനാദികൾ ഉൾപ്പൊക്ക് പക്വാതി നിത്യമെല്ലാം ഗ്രഹിച്ചിടുമാറാകുന്നു. ഇവർ വരുന്നതിന് മുന്നേ, അതാണ് മുന്നേ. തൽക്രൂര വിക്രമയിൽ ആർക്കും അടുക്കരുത്. ആ കാനനത്തിൽ അവർ വരുന്നതിന് മുന്നേ, ഈ ദുഷ്ടന്മാരവിടെ വരുന്നതിന് മുന്നേ മർത്യജനാദികൾ, അത് മനുഷ്യരെല്ലാം അവിടെ ഉൾപ്പൊക്ക് അവിടെ അകത്ത് കയറി, ആ പനന്തോട്ടത്തിൽ കയറി പക്വാതി നിത്യമെല്ലാം, പഴങ്ങളെല്ലാം നിത്യവും ഗ്രഹിച്ചിടുമാറാകുന്നു. നേരത്തെ ഇവരവിടെ ഈ ദുഷ്ടന്മാർ വരുന്നതിന് മുന്നേ ജനങ്ങളൊക്കെ കയറി അതൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. ആ പനം പക്വ സുഗന്ധം എല്ലായിടവും ശില്പമായി വ്യാപിച്ചിരിപ്പതോ പാർത്തിതോ. ആ പനം വെച്ചാൽ ആ പനം തോട്ടത്തിൽ പക്വ സുഗന്ധമല്ല, പഴങ്ങളുടെ സുഗന്ധം, മണം എല്ലായിടവും ശില്പമായി വ്യാപിച്ചിരിപ്പത് പാർത്തിയതോ. എല്ലാവരും ശ്രദ്ധിക്കുന്നു, എന്ത് നല്ല മണമാ ആ പഴത്തിൻ്റെ മണം. ആ കുട്ടികളങ്ങനെ കൊതിക്കുക, നല്ല പഴങ്ങളിങ്ങനെ പഴുത്ത മണം വരുന്നു. അത് പാർത്തിയതോ, അത് കണ്ടു നോക്കൂ. പക്വം അവ ചില ഭക്ഷിപ്പതിന് എനിക്ക് ഉൾത്താരിൽ ആശയുണ്ടായിരുന്നു തുലോ. അപ്പോൾ പറയുന്നു, ഈ പക്വം അവ ചില പഴങ്ങളൊക്കെ പല പഴങ്ങൾ അതിലുണ്ട്. അതിൽ ഇത് ഭക്ഷിക്കാൻ എനിക്ക് ഉൾത്താരിൽ ആശയുണ്ടായിരുന്നു തുലോ. അങ്ങനെ പിള്ളേർ പറയുന്നു, ഓരോരുത്തരും പറയും. ഒരാളങ്ങനെ പക്വം അവ ചില ഭക്ഷിപ്പതിന് എനിക്ക്, ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഉൾത്താരിൽ ആശയുണ്ടായിരുന്നു തുലോ, എനിക്ക് വളരെ ആഗ്രഹമാണ് അതിലൊരു പഴം കഴിക്കാൻ എന്നൊരു കുട്ടി പറഞ്ഞു. ഗോപന്മാരിലൊരു കൊച്ചു പറഞ്ഞു. അപ്പോൾ ചുറ്റും ചുടന്ന ഗോപാല സഖികളും ചുറ്റമേന്നതുപോലെ ചൊല്ലിയിടിനാർ. ഒരു കുട്ടി അത് പറഞ്ഞപ്പോൾ ചുറ്റും നിന്ന ബാക്കി കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു, അവരും കൂടെ പറഞ്ഞു, ഞങ്ങൾക്കും അത് കഴിക്കാൻ കൊതിയുണ്ട്. കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു. ഒരാളങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ആ പഴം ഒന്ന് കഴിക്കാൻ എന്ത് സ്വാദ്, അതൊന്ന് കൊതിയാവുന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന ബാക്കി കുട്ടികളെല്ലാം, ഗോപികളെല്ലാം പറഞ്ഞു, ഞങ്ങൾക്കും അത് വേണം. ഗോപാല സഖികളെല്ലാം പറഞ്ഞു ചുറ്റമേന്ന പോലെ ചൊല്ലി ഒന്നിച്ചല്ല, ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു. കൃഷ്ണനും രാമനും അക്കഥ കേട്ടുടൻ ഉൾക്കുതുകേന മന്ദസ്മിത പൂർവകം ചിത്തം ഒരുമിച്ചു തമ്മിൽ കടാക്ഷിച്ചു. സത്വരം പൈക്കളെ മേവാൻ അകലവേ നിർത്തി. അപ്പോൾ ഭഗവാനും കൃഷ്ണനും ബലരാമനും അത് കേട്ടപ്പോൾ കുട്ടികളുടെ ഈ സന്തോഷമായിരിക്കുന്ന ഈ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടം, ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും രാമനും ആ കഥ കേട്ടിട്ട് ഉൾക്കുതുകേന, അവരുടെ ഉള്ളം കുതുകപ്പെട്ട് സന്തോഷമായി. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് മന്ദസ്മിതപൂർവ്വം എന്ത് ചെയ്തു, ചിത്തം ഒരുമിച്ച് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും മനസ്സ് ഒരുപോലെ ഒരുമിച്ച് തമ്മിൽ കടാക്ഷിച്ചു. രണ്ടുപേരും തമ്മിൽ നോക്കി, നമുക്ക് എങ്ങനെയും ഇത് കുറച്ച് കുലുക്കി ഇടണം, ഈ കുട്ടികളുടെ ആഗ്രഹമല്ലേ. അങ്ങനെ തമ്മിൽ നോക്കി ഒരു പുഞ്ചിരിയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ആർത്ത് പറയുന്നത്, ഞങ്ങൾക്കും കൊതിയാവുന്നു, വേണമെന്ന്. അപ്പോൾ ഭഗവാനും ബലരാമനും കൂടെ തമ്മിൽ നോക്കി കടാക്ഷിച്ച് സത്വം എന്നിട്ട് എന്ത് ചെയ്തു, പൈക്കളെ മേയ്വാൻ, അതായത് തീറ്റി തിന്നാൻ ദൂരെ കൊണ്ടു നിർത്തി. കാരണം ഇവിടെ ഒത്തിരി പഴങ്ങളൊക്കെ കുലുക്കിടുമ്പം പശുക്കൾ എന്നതൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ, അതുകൊണ്ട് ഇവരെ ഈ പശുക്കളെ വെച്ച് ദൂരേക്ക് കൊണ്ട് നിർത്തി. സത്വരം പൈക്കളെ മേയ്വാൻ അകലവേ നിർത്തി പരിശിനോടത്താല കാനനം ഗത്വാമുദ. അങ്ങനെ പശുക്കളെ ദൂരെ കൊണ്ട് നിർത്തിയിട്ട് ഈ കാനനത്തിലേക്ക് ചെന്നു ഭഗവാൻ. ഗത്വാമുദ സിംഹനാദേന സാമ്പ്രതം പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി ബലഭദ്രൻ ഒട്ടും മടിയാതെ താലമൂലെ രുഷ കൊത്തി കുലുക്കി പൊഴിച്ചു പനമ്പഴം അത്യന്തം ഏറ്റവും വീണു ധരിത്രിയിൽ. അപ്പോൾ എന്ത് വന്നു, പൈക്കളെയൊക്കെ ദൂരെ കൊണ്ട് നിർത്തി പരിചയനോട് അത്താല
കാനനം അങ്ങനെ ആ വനത്തിലേക്ക് ചെന്നു. ഗത്വാമുത ചെന്ന് സിംഹനാദേന സാമ്പ്രതം പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി ബലഭദ്രൻ മുഷ്ടി കൈയൊക്കെ കൊണ്ട് ചുരുട്ടി പിടിച്ചിട്ട് എന്ത് വന്നില്ല, ദേഷ്യം കൊണ്ടുണ്ടില്ല. എന്തോ ധേനുകൻ ആർക്കും കൊടുക്കാത്തതുകൊണ്ട് ഈ എന്തോ അവൻ്റെ പേര് തേനുകൻ അസുരൻ. അപ്പോൾ ബലഭദ്രൻ ഒട്ടും മടിയാതെ താലമൂലെ രുഷ കോപത്തിൽ ദേഷിച്ചിട്ട് ഈ ബലഭദ്രൻ്റെ കൈ മുഷ്ടി ചുരുട്ടി ഒട്ടും മടിക്കാതെ താലമൂലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും ഒക്കെ മരങ്ങൾ ഉലുക്കി ദേഷ്യത്തോടങ്ങ് ഉലുക്കുമ്പോൾ എല്ലാം കൂടെ പറവറാന്നങ്ങ് വീഴും. അങ്ങനെ സിംഹനാദേന സാമ്പ്രതം പെട്ടെന്ന് അലറിക്കൊണ്ട് സിംഹം അലർന്ന പോലെ കാണാം. എന്നാൽ ഇപ്പം കണ്ടോ ഏതവനാ ഇത് ആർക്കും കൊടുക്കാത്ത, ഏത് ദുഷ്ടനാ, ഏത് എന്തോ അവൻ്റെ പേര് തേനുകൻ അസുരൻ എന്നാൽ ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞാൽ ദേഷിച്ച് ചെന്ന് മുഷ്ടി ചുരുട്ടി ചെന്ന് ചടാപടാന്ന് മരത്തിലേക്ക് 2 ഇടിയൊക്കെ കൊടുത്ത് കുലിക്കങ്ങ് ഇട്ട്. അപ്പോൾ എന്ത് വന്ന് പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി ബലഭദ്രൻ ഒട്ടും മടിയാതെ താലമൂലെ രുഷ കുത്തിക്കുലുക്കി കോപത്തോടെ കുത്തിക്കുലുക്കി പൊഴിച്ചു പനമ്പഴം അത്യന്തം ഏറ്റവും വീണു ധരിത്രി ഭൂമി. ഉലിക്കപ്പോൾ ദേഷിച്ച് അലറിക്കൊണ്ടങ്ങോട്ട് പാഞ്ഞു ചെന്ന് 2 ഉലുക്കൊക്കെ ഉലിക്ക മൊത്തം ഭൂമിയിലെ ഉലുക്കി അങ്ങ് ഇട്ടു. പനമ്പഴം മൊത്തം തറയിലേക്ക് വീണു. മത്തനായത്രയും ഉത്തുങ്കനായൊരു ഹസ്തിവര നാദം ആർത്ത് ഗോപാലരും എത്രയും അത്രമാത്രം അവർക്ക് സന്തോഷം വന്നപ്പോൾ അവിടെ നാദങ്ങളും മുഴക്കമൊക്കെ ഗോപാലർ കുട്ടികൾക്ക് സന്തോഷം ആർത്ത് വിളിച്ച് ഇഷ്ടംപോലെ തിന്നാമല്ലോ. അങ്ങനെ അവർ ബഹളം കൂട്ടിയപ്പോൾ എന്തു വന്നു, അപ്പോൾ അസുര രാജാവായ ധേനുകൻ, അതായത് അസുരന്മാരുടെ രാജാവാണ് ഈ ധേനുകൻ ദുഷ്ടൻ. അവൻ ദർപ്പാതിരെ കേണ വന്ന് നോക്കും വിധോ. അവന് ഈ ബഹളങ്ങൾ കേട്ടപ്പോൾ ഈ ഉലുക്കൊന്നും തന്നെ സൗണ്ട് കേൾക്കത്തില്ലേ, പഴങ്ങളെല്ലാം പറവറ വീഴുമ്പം. അങ്ങനെ വീണപ്പം ഇവൻ ഈ കുട്ടിയുടെ ബഹളങ്ങളും നാദമൊക്കെ അവിടെ കൂവക്കവും ബഹളമൊക്കെ കേട്ടപ്പോൾ ഇവൻ അഹങ്കാരത്തോടുകൂടി ദർപ്പാതിരെ കേണ വന്ന് നോക്കി. ഈ ദുഷ്ടനായ ധേനുകൻ വന്ന് നോക്കി ദേഷിച്ച് അഹങ്കാരത്തോട് അഹങ്കാരം ദർപ്പാതിരെ കേണ വന്ന് നോക്കും ഇതു നിൽക്കുന്നിതു ബലഭദ്രനും കൃഷ്ണനും ശക്തി കുറഞ്ഞ ഗോപാല സമൂഹവും. കുറേ കുട്ടികൾ, സമൂഹം കൂട്ടത്തോടെ കുറേ കുഞ്ഞുങ്ങൾ, അത് ശക്തിയില്ലാത്ത കുറച്ച് കുട്ടികളല്ലേ, പാവം കുഞ്ഞുങ്ങൾ പശുക്കളെ മേച്ച് നടക്കുന്ന, രാവിലെ ഇറങ്ങിയ വൈകിട്ട് വരെയാണ്. ഇപ്പം ഒന്ന് ഓർത്ത് നോക്കൂ, അല്പം ചോറ് ഉറിയും കെട്ടിക്കൊണ്ട് വരും കണ്ണനും കുട്ടികളും കൂടെ. ഓർക്കാൻ സങ്കടം, എനിക്ക് അത്രമാത്രം അങ്ങോട്ട് വല്ലാത്തൊരു സങ്കടം വരുന്നു. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളല്ലേ, കൃഷ്ണനും അതിനോടൊപ്പം നടക്കുകയല്ലേ, എന്താ ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഭഗവാൻ അപ്പോൾ എന്തു വന്നു, ശക്തി കുറഞ്ഞ ഗോപാല സമൂഹവും കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. പിന്നെ ആരാ ശക്തി ഉള്ളവർ? ബലഭദ്രനും കൃഷ്ണനും. അപ്പോൾ ഈ ദുഷ്ടൻ എന്ത് ചെയ്തു, ക്രുദ്ധിച്ചത് കണ്ട് പൊട്ടിച്ചിരിച്ചവൻ ഉദ്ധൂതമാമാർ അലറി ദിക്കൊക്കവേ പൊട്ടുമാറ് ഉച്ചവേഗം പറഞ്ഞിടിനാൻ. എന്താണ്, ഇപ്പം ബലഭദ്രൻ്റെ ദേഷ്യം കൊണ്ടാണല്ലോ ഉലുക്കിയിട്ടത്. അതപ്പോൾ എന്താ ക്രുദ്ധിച്ച് നിൽക്കുകയാണ്. ഈ ഉലുക്കിയിട്ട സൗണ്ടും കൊച്ചുങ്ങളുടെ ആർപ്പൂളി എല്ലാം കൂടെ കേട്ടും കൊണ്ട് ബലഭദ്രൻ ദേഷിച്ചെന്നെ നിന്നാണിത് ചെയ്യുന്നത്. അപ്പോൾ ക്രുദ്ധിച്ചത് കണ്ട്, അപ്പം ബലഭദ്രൻ ദേഷ്യം നിൽക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിച്ച് അവന് ധൂതമാമാർ അലറി. അത് കണ്ടപ്പോൾ ധേനുകന് ദേഷ്യം കൂടി അലറി, പിന്നെ പൊട്ടിച്ചിരിച്ചിട്ട് ദിക്കൊക്കവേ പൊട്ടുമാർ ഉച്ചവേഗം പറഞ്ഞു. ഭയങ്കര സൗണ്ടോടുകൂടി പറയുന്നു ഈ ദുഷ്ടൻ, ദിക്കെല്ലാം പൊട്ടുമാർ ഉച്ചത്തിൽ പറയുന്നു. ഒട്ടും അറിവ് അകതാരിലില്ലായകയാൽ നിങ്ങളുടെ ഉള്ളിൽ അല്പം പോലും വിവരമില്ലേ, അകതാരിൽ അറിവില്ലേ, അറിവില്ലാതെ ചിത്തേ മമ ആലയം ഈ കൊടുങ്കാടെന്ന്, എൻ്റെ ആലയം, മമ ആലയം, എൻ്റെ ആലയം ഈ കൊടുങ്കാടെന്ന് സിദ്ധമല്ലാകയോ വന്നകപ്പെടും. നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലായില്ലേ? ഈ കൊടുങ്കാട് എൻ്റെ ആലയമാണ് നിങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ വന്നകപ്പെട്ടത് മുഷ്കര. ഭഗവാനോടും ബലഭദ്രനോടും പറയുക, ഈ കൊടുങ്കാട് എൻ്റെ ആലയമാണ് നിങ്ങൾ അറിയാതെ അകത്ത് നിങ്ങൾ അറിയാണ്ടാണോ ഇവിടെ വന്ന് ചാടിയിരിക്കുന്നത്? മുഷ്കര തൊൽപ്രഭാവേന മുഴുത്തഴും ധിക്കാരമോ പോലെന്തിത് തോന്നുക, നിങ്ങളുടെ അഹങ്കാരം ഇതെന്തെങ്കിലും തോന്നിയത്? എൻ്റെ ആലയമാണ് ഈ കൊടുങ്കാട്. ഈ ദുഷ്ടനായ ധേനുകൻ പറയുന്നു, ഭഗവാനോടും ബലരാമനോടും പറയുന്നു, മുഷ്കര തൊൽപ്രഭാവേന മുഴുത്ത
എന്താ ധിക്കാരമോ, ഇത്രയും നിങ്ങൾക്ക് അഹങ്കാരം പാടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ ആലയത്തിൽ, ഈ കൊടുങ്കാട് എൻ്റെ ആലയമാണ്, ഇവിടെ വന്ന് പനമ്പഴം കുലുക്കിടാനൊക്കെ നിങ്ങൾക്ക് അനുവാദം തന്നത്? അതുകൊണ്ട് ഇതെന്ത് നിങ്ങൾക്ക് എന്നെ തോന്നുവാൻ കാരണം? ശക്തിമാനേവൻ ഇതിൽ പനമ്പഴം കുത്തി കുലുക്കി കൊഴുപ്പതിനായ അവൻ. അപ്പം ഇത്ര ശക്തിമാൻ ആരാ? ഈ പനമ്പഴം മൊത്തം ഇവിടെ കുത്തി കുലുക്കി കൊഴുപ്പതിനായ അവൻ ആരാ ഇത്ര ശക്തിമാൻ? മുൽപ്പെട്ടു പേടി ഒഴിഞ്ഞിങ്ങി വന്നാലും ഇപ്പോൾ ക്ഷണേന കൃതാന്താലയത്തിന് വിട്ടിടുവൻ അഴകോട് വസിപ്പതിന് ഒട്ടും അതിനൊരു ദണ്ഡം എനിക്കില്ല. ആ ദുഷ്ടൻ പറയുന്നത്, ഇത്ര അഹങ്കാരം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വരൂ, നിൻ്റെ അഹങ്കാരം ഇപ്പം തീർത്തു തരാം. ഇത്രയും കുത്തി കുലുക്കിയിട ഇത്ര ശക്തിമാൻ ആരാണ്? അത് അവന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ ഇത്രയും പനമ്പഴം കുലുക്കിടാൻ പറ്റും. അത് ബലരാമനാണല്ലോ. അപ്പോൾ ഇത്രയും കുത്തി കുലുക്കി കൊഴിക്കാൻ, അതായത് അടർന്ന് വീഴാൻ മുൽപ്പെട്ട് പേടി ഒഴിഞ്ഞിങ്ങി വന്നാൽ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഭയമില്ലാതെ എൻ്റെ ആലയത്തിൽ, എൻ്റെ ഈ കൊടുങ്കാട്ടിൽ വന്ന് നിങ്ങൾ ഇത്രയും ധിക്കാരം കാണിച്ചെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരും. ക്ഷണേന ഇപ്പം തന്നെ നിന്നെയൊക്കെ ഞാൻ കൃതാന്താലയത്തിലേക്ക് വിടാൻ, അത് യമപുരിയിലേക്ക് ഇപ്പം തന്നെ നിന്നെ കൊന്ന് അങ്ങോട്ട് അയക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരൂ ഇപ്പോൾ ക്ഷണേന, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കൂ. ഇത്ര അഹങ്കാരം നിങ്ങൾ എൻ്റെ ആലയത്തിൽ വന്ന് ഈ പനമ്പഴം മൊത്തം കുത്തിക്കുലുക്കി ഇടാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നു? ഇത്ര ശക്തിമാൻ ആരാ? എന്നാൽ ആ ആൾ ഇങ്ങോട്ട് വരൂ, ഞാൻ ഇപ്പം തന്നെ നിന്നെയൊക്കെ കൃതാന്താലയത്തിൽ, അത് യമപുരിയിലേക്ക് ഇപ്പം തന്നെ നിന്നെയൊക്കെ കൊന്ന് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്ഷണേന കൃതാന്താലയത്തിന് വിട്ടിടുവൻ അഴകോട് വസിപ്പനൊട്ട് അതിനൊരു ദണ്ഡം എനിക്കില്ല. ഈ അസുരൻ പറയുന്നത്, എനിക്കൊരു ദണ്ഡവുമില്ല, നിന്നെയൊക്കെ ഇപ്പം തന്നെ ഞാൻ യമപുരിയിലേക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞു. നിശ്ചയം എന്ന് പറഞ്ഞ് ദൈതയനോട് അച്ഛബുദ്ധ്യ പുനരാനകദുന്ദുഭി പുത്രരിൽ അഗ്രജൻ താനത ചൊല്ലിനാൻ. അപ്പോൾ ഇങ്ങനെ ദൈതയൻ ഇത്രയെല്ലാം വിളിച്ചു, നിന്നെയൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുവിടാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛബുദ്ധ്യ, ആര് പറഞ്ഞു? പുനരാനകദുന്ദുഭി പുത്രരിൽ അഗ്രജൻ, അതായത് ജ്യേഷ്ഠൻ, ആനകദുന്ദുഭി എന്ന് പറഞ്ഞ വസുദേവർ. വസുദേവരുടെ 2 പുത്രനും, അത് കൃഷ്ണനും ബലരാമനും വസുദേവരുടെ മക്കളാണ്. അതിൽ ഒരു മകൻ രോഹിണിയിൽ വളർന്ന് പ്രസവിച്ചതേ ഉള്ള കുട്ടി വസുദേവരുടെയാണ്. അത് അമ്മ മഹാമായയൊക്കെ ദേവി മഹാശക്തി വസുദേവരുടെ ദേവകി അമ്മയുടെ ഗർഭത്തിലിരുന്നപ്പോൾ ആ ശക്തി മായ അവിടുന്ന് രോഹിണിയുടെ വയറ്റിലേക്ക് ആക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ദേവകിയിലായിരുന്നു കുറച്ച് ദിവസം. പിന്നെ രോഹിണിയാണ് വയറ്റിൽ ചുമന്നത്. പ്രസവിച്ചു എന്നുള്ളതേ ഉള്ളൂ, വളർത്തിയത് അവരാണ്. പക്ഷേ കുട്ടി പകുതി വസുദേവരുടെ പകുതി ദേവകിയുടെയും രോഹിണിയുടെയും അച്ഛൻ വസുദേവരുമാണ്. അതുകൊണ്ട് ആനകദുന്ദുഭി എന്ന് പറഞ്ഞ വസുദേവരുടെ പുത്രരിൽ, അത് കൃഷ്ണനിലും ബലരാമനിലും മൂത്തയാള് അഗ്രജൻ താനത ചൊല്ലിനാൻ. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ആരാ പറയുന്നത്? അഗ്രജൻ, ജ്യേഷ്ഠൻ, ബലരാമൻ പറയുന്നു. അതാണ് അച്ഛബുദ്ധിയ, നല്ല ബുദ്ധിയോട് തന്നെ ഈ ആനകദുന്ദുഭി വസുദേവരുടെ മകനിൽ അഗ്രജൻ, മൂത്തവൻ ബലരാമനാണ്, മൂത്തവൻ കൃഷ്ണൻ ഇളയതാണ്. അത് പറയുന്നത് എന്താ? എത്രയും നന്നു നീ ചൊന്നതടോ സഖേ, നീ പറഞ്ഞത് നല്ലത് തന്നെ സഖേ, കൂട്ടുകാരാ, സുഹൃത്തെ. എന്താ നിന്നെയൊക്കെ ഇപ്പം ഞാൻ കൃതാന്താലത്തിൽ അയക്കുമെന്ന് പറഞ്ഞില്ലേ, യമപുരിയിലേക്ക് അയക്കാൻ, നീയൊക്കെ ഇങ്ങോട്ട് വാ, ഇത്രയും ഭയമില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഞാനിപ്പോൾ തന്നെ കൊന്ന് നിന്നെയൊക്കെ അവിടേക്ക് വിടാം എന്ന് പറഞ്ഞപ്പോൾ അഗ്രജനായ ബലരാമൻ പറയുന്നു, എത്രയും കൊള്ളാം, നന്നു നീ ചൊന്നത് എടോ സഖേ, ഒട്ടും അറിവെനിക്കില്ലായ്ക കൊണ്ടല്ല, എനിക്ക് നിൻ്റെ ആലയമാണെന്നോ നിൻ്റെ കാടോ കൂടോ ഒക്കെ ആണെന്നോ അറിയാതൊന്നും അല്ല ഞാൻ വന്നത്. എൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലയോ? അകതാരിൽ നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടാണോ ഇവിടെ നിന്ന് ധിക്കാരം കാണിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ബലരാമൻ പറയുന്നു, കൊള്ളാം, നന്നു നീ ചോന്നതടോ സഖേ, ഒട്ടും അറിവ് എനിക്കില്ലായ്ക കൊണ്ടല്ല, ദുഷ്ടനായുള്ളൊരു നിന്നെയും നിന്നുടെ നിത്യ സഹചരന്മാരെയും ഒക്കവേ മൃത്യുപുരത്തിന് അയക്കണമെന്നത്. അപ്പോൾ എനിക്ക് അറിവില്ലാഞ്ഞിട്ടല്ല സുഹൃത്തെ ഞാൻ ഇവിടേക്ക് വന്നത്, നിന്നെയും നിൻ്റെ കൂട്ടുകാരെയൊക്കെയും മൃത്യുപുരത്തിൽ അയക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് ബലരാമൻ പറയുന്നു. മൃത്യുപുരത്തിൽ അയക്കുന്നത് കൽപ്പിച്ചു വന്ന അകമ്പുക്കേൻ ഇവിടെ വൈകൽപ്യം എന്നൊന്നില്ലാതെ വരികടോ, ഞങ്ങൾക്കൊരു വൈകൽപ്യ വിഷമമില്ല, നിന്നെയൊക്കെ ഞങ്ങൾ ഇപ്പം തന്നെ യമപുരിയിലേക്ക് അയക്കാൻ തന്നെയാണ് വന്നത്. നീ പറഞ്ഞ കൊള്ളാം സുഹൃത്തെ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഇവിടേക്ക് വന്നേക്കുന്നത്, നിൻ്റെ കൂട് നിൻ്റെ ആലയമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ വന്നത്. കാരണം നിങ്ങൾ ആർക്കും ഇതൊന്നും വിട്ടുകൊടുക്കാതെ അടക്കി ഭരിച്ച് വെച്ചേക്കുമല്ലയോ, അതുകൊണ്ട് നിന്നെയൊക്കെ കാലപുരിക്ക് അയക്കാൻ തന്നെയാണ് വന്നതെന്ന് ബലരാമൻ പറഞ്ഞു. അതാണ് കൽപ്പിച്ചു വന്ന അകമ്പുക്കേൻ ഇവിടെ, ഞങ്ങളെല്ലാം ഓർത്ത് തന്നെ നിൻ്റെ ഈ ഇവിടേക്ക് കടന്നു വന്നത്. അതിന് ഒരു വൈകല്പ്യം ഒരു വൈകല്പ്യം ഇല്ല, അത് നീ മനസ്സിലാക്കൂ, അതുകൊണ്ട് ഇല്ലാതെ വരികടോ. എങ്കിൽ നീ എത്രയും നന്നെന്ന് ധേനുകൻ, എങ്കിൽ കൊള്ളാം, നന്നായിരിക്കുന്നു ധേനുകൻ,
ശങ്ക വഴിഞ്ഞ് പറഞ്ഞങ്ങ് അടുത്ത്. എന്നാൽ കൊള്ളാമെങ്കിൽ വന്നോളൂ എന്നും പറഞ്ഞ് ഒരു ശങ്കയില്ലാതെ ധേനുകൻ ബലരാമൻ്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. പങ്കിതാൻ ഊക്കോടടക്കി അതശ്രമം പിൻകാലെടുത്തു തിരിഞ്ഞു ചവിട്ടുവാൻ മുൻകാൽ ഉയർത്തി ചവിട്ടുവാൻ അങ്ങ് അവൻ സങ്കടമെന്നിയേ മാറിക്കളഞ്ഞുടൻ. അങ്ങനെ എന്തു വന്നു? ചവിട്ടാനായിട്ട് ബലരാമൻ്റെ അടുക്കലേക്ക് വന്നു. പിൻകാലെടുത്ത് തിരിഞ്ഞു ചവിട്ടുവാൻ മുൻകാൽ ഉയർത്തി ചവിട്ടുവാൻ അങ്ങ് അവൻ സങ്കടമെന്നിയെ മാറിക്കളഞ്ഞുടൻ. അന്തർദിശി നിന്നു അകത്തെ വാക്കിൽ നിന്നുകൊണ്ട് വേഗാൽ പിടിച്ചുകൊണ്ട് അന്തരം തൻ തലമീതെ സവിദ്രുതം അവൻ്റെ പള്ളവാക്കിന് നിന്നും കൊണ്ട് എങ്ങനെ മുന്നോട്ട് നോക്കി നിൽക്കും. അവൻ ഈ ദുഷ്ടൻ പിറകിൽ നിൽക്കും. അവൻ്റെ തലയ്ക്ക് ബലരാമൻ പൊക്കിഞ്ഞെടുത്ത് ചുഴറ്റി എറിയുന്നതാണ്. അന്തർദിശി അകത്തെ വാക്ക് നിന്ന്, അന്തർദിശി വെച്ചാൽ അകത്തെ വശത്ത്, ദുഷ്ടൻ്റെ അകവാക്കിൽ നിന്നുകൊണ്ട് വേഗാൽ പിടിച്ചുകൊണ്ട് അന്തരം തൻ തലമീതെ സമുദ്രം വട്ടത്തിലൊന്നു ചുഴറ്റിയെടുത്ത് അങ്ങ് ദുഷ്ടമായ ഒരു കരിമല തന്നോട് പെട്ടെന്ന് എറിഞ്ഞു കളഞ്ഞാൻ. ചുഴറ്റിയ വട്ടം തിരിഞ്ഞു കൂടുന്നു അതിന് മുന്നമേ ദുഷ്ടനുടെ ജീവനൊട്ടകന്നു ശവം ഇട്ടുകളകയത്രേ മറ്റെറിഞ്ഞതും. അങ്ങനെ അവനെ പിടിച്ചൊന്ന് കറക്കി ചുഴറ്റിയപ്പോൾ തന്നെ അവൻ്റെ ജീവൻ പുറയങ്ങ് പോയി, ജീവൻ ഒട്ടകന്നു. അവൻ ഒരു തലയ്ക്ക് മുകളിലേക്ക് എടുത്തും കൊണ്ട് ബലരാമൻ്റെ തലയ്ക്ക് മുകളിലേക്ക് എടുത്ത് ചുഴറ്റി കറക്കിയുടെ എറിയാൻ ഒടുങ്ങുന്നതിനും തന്നെ കറയ്ക്കുമ്പോൾ തന്നെ അവൻ്റെ പകുതി ജീവൻ അങ്ങ് പോയി, ജീവൻ ഒട്ട് അകന്നു. പിന്നെ ശവം ഇട്ട് കളകയത്രേ മറ്റെറിഞ്ഞതും. അങ്ങനെ അവനെ തൂക്കെടുത്തങ്ങ് എറിഞ്ഞ് ഈ പനയുടെ തടിയിലോട്ടാണ് എറിയുന്നത്. അങ്ങനെ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ബാക്കി ഇത്രയും മതി. വായിച്ച ഇപ്പോഴെങ്ങും നിർത്തില്ല, എവിടെയെങ്ങും നോക്കട്ടെ, ഇത്രയും മതി. അങ്ങനെ ബലരാമൻ മറ്റവൻ മത്സരിച്ച് വിളിച്ചതാണ്, നിന്നെയൊക്കെ ഞാൻ എൻ്റെ ആലയത്തിൽ വന്ന് അകപ്പെട്ടത് എന്താ, നിങ്ങൾക്ക് അത്ര അറിവില്ലായ്മ കൊണ്ടാണോ? എന്നാൽ കാലപുരിക്ക് അയക്കാം. അപ്പോൾ ബലരാമനും പറഞ്ഞു, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാൽ വന്നേക്കാം, നിന്നെ അവിടേക്ക് വിടാൻ തന്നെ വന്നേക്കുന്നത്, അല്ല ഞങ്ങൾക്ക് അറിയാതൊന്നും അല്ല ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പനമ്പഴം കുലുക്കിയിട്ടതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.